Dear students, welcome to English class. 9th standard, Tolstoy form, page 63, the last part. കഴിഞ്ഞ 4 ഭാഗങ്ങളായിട്ട് നമ്മൾ ഇതിൻ്റെ തുടക്കം മുതൽക്കുള്ള പേര വൈസ് പേര ക്ലാസ് ആക്കി തന്നു. അവസാനത്തെ പേജാണ് ടോൾസ്റ്റോയ് ഫോം, മഹാത്മാഗാന്ധി. Come to the lesson. Sometimes I connived at their pranks, but often I was strict with them. I dare say they did not like the strictness, but I do not recollect their having resisted it. Whenever I was strict, I would, by argument, convince them that it was not the right to play with one's work. The conviction would, however, be short-lived. The next moment, they would again leave their work and go to play. All the same, we got along, and at any rate, they built up a fine physics. There was scarcely any illness on the farm, though it must be said that good air and water and regular hours of food were not a little responsible for this. ഇവിടെ ടോൾസ്റ്റോയ് ഫാമിൽ മഹാത്മജി സ്ഥാപിച്ച ദക്ഷിണാഫ്രിക്കയിൽ ജോഹാനസ്ബർഗിനടുത്ത് ട്രാൻസ്വാളിൽ കമ്മ്യൂണിറ്റി സെന്റർ എന്ന രീതിയിൽ സ്ഥാപിച്ചു ടോൾസ്റ്റോയ് ഫാം. കുട്ടികൾ അവിടെ താമസിക്കുന്നു, അവിടെ പഠിക്കുന്നു, ജീവിക്കാൻ പഠിക്കുന്നു, തൊഴിൽ പഠിക്കുന്നു, അക്ഷരങ്ങളും അക്കവും ഭാഷയും പഠിക്കുന്നു. അവിടെ തന്നെ അവർ ആ സെന്ററിന് ആവശ്യമായ പച്ചക്കറികൾ ഉണ്ടാക്കുന്നു. ദേ പ്രിപ്പയർ ദ ഫുഡ്, അവർ ഭക്ഷണം പാകം ചെയ്യുന്നു. ദേ വാഷ് ദെയർ ക്ലോത്ത്സ്, അവർ അവരുടെ വസ്ത്രം അലക്കുന്നു. And all the works are done by them. എല്ലാ ജോലികളും അവർ തന്നെ. And some were lazy, അതിൽ കുറച്ച് മടിയന്മാരൊക്കെ ഉണ്ട്. Some are very active, വളരെ ഉത്സാഹശീലരുണ്ട്. അങ്ങനെ മിക്സ് ചെയ്ത അതെപ്പോഴെങ്ങനെയായിരിക്കും സമൂഹത്തിൽ ഗുഡുണ്ടാവും, കുറേയൊക്കെ ബാഡെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഗുഡ് അല്ലാത്തതുണ്ടാവും. അപ്പോൾ അവരെ ഗുഡാക്കി എടുക്കലാണ് സമൂഹത്തിന്റെ ജോലി. Sometimes I connived at their pranks. ചിലപ്പോഴൊക്കെ ഞാൻ അവരുടെ ആ കുട്ടിക്കളിയെ കണ്ണടച്ചിട്ടു. That means connived that means ignored. Avoid it or ignored or കണ്ടില്ലെന്ന് നടിച്ചു. Their pranks here means tricky play. അവരുടെ ആ ട്രിക്സ്, കുട്ടികൾ പുറത്തെടുക്കുന്ന ട്രിക്സ്, അതൊക്കെ ഞാൻ പലപ്പോഴും കണ്ടില്ലെന്ന് അടിച്ചു. ബട്ട് ഓഫൻ ഐ വാസ് സ്ട്രിക്റ്റ് വിത്ത്. പക്ഷെ എന്നാലും പലപ്പോഴും ഞാൻ അവരുടെ കർശനമായിട്ട് തന്നെ പെരുമാറാറുണ്ട്. ചിലപ്പോഴത് കണ്ണടച്ചിട്ടിരിക്കും. I dare say, ഞാൻ ഇങ്ങനെ പറയാൻ ധൈര്യപ്പെടുന്നു. Dare say means പറയാൻ ധൈര്യപ്പെടുന്നു. I dare say, ഞാൻ ഇങ്ങനെ പറയാൻ ധൈര്യപ്പെടുന്നു. They did not like the strictness. സ്വാഭാവികമായിട്ടും സ്ട്രിക്റ്റ് ആക്കിയാൽ അത് അനുസരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാകും. പലരും അനുസരിക്കേണ്ടാവും. അതുകൊണ്ട് അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ സ്ട്രിക്ട്നെസ്, കാർക്കശ്യം. സ്ട്രിക്ട്നെസ് എന്ന് പറഞ്ഞാൽ കാർക്കശ്യം. അപ്പൊ കാര്യം നടക്കണമെങ്കിൽ അത് കുട്ടികൾക്ക് മനസ്സിലാവണമെന്നില്ല. സ്ട്രിക്റ്റ് ആക്കിയാലേ കാര്യം നടക്കുള്ളൂ എന്നുള്ളത്. കാലം കഴിഞ്ഞു പോകും. പക്ഷേ ഈ കുട്ടികളെ അദ്ദേഹമാണ് മഹാത്മജിയാണ് ഫാദറെ പോലെ നോക്കുന്നത്. So it was his duty. Sometimes he closed his eyes
ചിലപ്പം കണ്ണട ചെങ്കിട്ടേക്കും, അവോയ്ഡഡ് ഇറ്റ്, ഒഴിവാക്കിയിടും, കണ്ണിയൂഡ് ഇറ്റ് ഓർ ഇഗ്നോർഡ് ഇറ്റ്. ബട്ട് മോസ്റ്റ് ഓഫൺ ഹി വാസ് സ്ട്രിക്റ്റ്. പലപ്പോഴും ഞാൻ കർശനമാകാറുണ്ട്. ബട്ട് ഐ ഡു നോട്ട് റീകലക്ട് ദം ആർ ഹാവിങ് റെസിസ്റ്റഡ് ഇറ്റ്. പക്ഷെ അങ്ങനെയാണെങ്കിലും ആരും എന്നോട് റെസിസ്റ്റ് ചെയ്യാറില്ല. റെസിസ്റ്റ് മീൻസ് ചെറുക്കുക. ആരെന്നോട് ചെറുത്ത് നിൽക്കാറില്ല. ഇതാണ് ടോൾസ്റ്റോയ് ഫാമിലെ അലസന്മാരുടെ, മടിയന്മാരുടെ കഥ അല്ലെങ്കിൽ അവസ്ഥ. ഐ വാസ് സ്ട്രിക്റ്റ്. I would by argument convince them that it was not right to play with one's work. ഞാൻ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി, നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് കളിക്കരുത്. One has to work. One has to learn to work. ഒരാൾ ജീവിക്കണമെങ്കിൽ അയാൾ ജോലി ചെയ്യണം. അയാൾ ജോലി ചെയ്യണമെങ്കിൽ ആ ജോലി അയാൾ പഠിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടമാക്കണം. അപ്പൊ ലേസിനെസ് കൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പാഠം തരുന്നത്. നിങ്ങളുടെ സ്ട്രിക്റ്റ് ആക്കുന്നത് നിങ്ങൾ സ്ട്രിക്റ്റ് ആവാത്തത് കൊണ്ടാണ്. നിങ്ങൾ സെൽഫ് സ്ട്രിക്റ്റ് ആണെങ്കിൽ, സ്വയം സ്ട്രിക്റ്റ് ആണെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ സ്ട്രിക്റ്റ് ആക്കില്ല. ഇവിടെ ചിലർ അദ്ദേഹം പറയുന്നതൊക്കെ അനുസരിച്ചു, മറ്റു ചിലർ പറയുന്നത് അനുസരിക്കാൻ വിസമ്മതിച്ചു. എന്നിട്ട് അദ്ദേഹം കണ്ണടച്ചിട്ട് പലപ്പോഴും. ബട്ട് ഓൺ സം ഒക്കേഷൻസ് ഹി മേഡ് ഇറ്റ് സോ സ്ട്രിക്റ്റ്. ബട്ട് ദാറ്റ് സ്ട്രിക്ട്നെസ് സം ഓഫ് ദം ഡിഡ്ന്റ് ലൈക്ക്. അവർ ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് ദേ ഡിഡ്ന്റ് റെസിസ്റ്റ് ഇറ്റ്. എന്നാൽ അദ്ദേഹത്തിനോട് ചെറുത്ത് നിൽക്കാനൊന്നും അവർ മെനക്കെട്ടിട്ടില്ല. ആൻഡ് ഹി ട്രൈഡ് ഹിസ് ബെസ്റ്റ് ടു സേ ദം വാട്ട് ഇറ്റ് ഈസ്, വൈ ഡസ് ഹി മേക്ക് ഇറ്റ് സ്ട്രിക്റ്റ്. അദ്ദേഹം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും എന്തുകൊണ്ടാണ് സ്ട്രിക്റ്റ് ആക്കുന്നതെന്ന്. ദാറ്റ് മീൻസ് ഹി സേസ് ഡോണ്ട് പ്ലേ വിത്ത് വർക്ക്. ഒരു മനുഷ്യൻ അവന്റെ ജീവിതം കൊണ്ട് കളിക്കരുത്. ലേസിനെസ് ഈസ് ദ ഡെവിൾ. മനുഷ്യന്റെ മനസ്സിലെ പിശാചാണ് ലേസിനെസ്. ദാറ്റ് വിൽ കിൽ us slowly. സാവധാനം സാവധാനം അത് നമ്മെ കൊല്ലുകയാണ് ചെയ്യുന്നത്. വിത്തൗട്ട് വർക്കിംഗ്, വിത്തൗട്ട് ഡൂയിങ് എനിത്തിങ്, വിത്തൗട്ട് ഡൂയിങ് ഫോർ ourselves and without doing for others. നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്യുന്നത് പോട്ടെ, നമുക്ക് വേണ്ടതുപോലും നാം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ആ കാര്യങ്ങൾ ആര് ചെയ്തു തരും? അതാണ് മഹാത്മജി അവരെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ സെൽഫ് റിലയൻസ് എന്നത്. സെൽഫ് ഒരിക്കലും പഠിപ്പിച്ചാൽ അങ്ങോട്ട് പഠിപ്പിക്കുന്നു. സെൽഫ് റിലയൻസ്, സ്വാശ്രയം. ഒരു മനുഷ്യൻ അയാളെ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്നതാണ് മെച്ചം. എന്നാൽ പിന്നെ അയാൾക്കാരുടെ മുന്നിൽ തലവണിക്കേണ്ടി വരില്ല. സെൽഫ് റിലയന്റ് ആണെങ്കിൽ അത് അയാൾ തന്നെ ശീലിക്കേണ്ടതാണ്, അയാൾ തന്നെ പഠിക്കേണ്ടതാണ്, അയാൾ തന്നെ ജോലി ചെയ്യേണ്ടതാണ്. അതാണ് മഹാത്മജി പഠിപ്പിച്ച. മഹാത്മജിയുടെ ചെരുപ്പുണ്ടാക്കുന്ന മഹാത്മജി, മഹാത്മജിയുടെ തുണി ഉണ്ടാക്കുന്ന മഹാത്മജി, അദ്ദേഹത്തിന്റെ ഭക്ഷണം ഉണ്ടാക്കുന്ന അദ്ദേഹം തന്നെ. ദാറ്റ് മീൻസ് ഹി കുഡ്, അദ്ദേഹത്തിന് കഴിഞ്ഞു. ഹി ക്യാൻ മേക്ക് ഇറ്റ് ബൈ അതേഴ്സ്. അത്ര പേര് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടായി കൊടുക്കും. പക്ഷെ അദ്ദേഹം ഇതൊക്കെ സ്വയം ചെയ്ത് മറ്റുള്ളവരെ ശീലിപ്പിച്ചു. ആൻഡ് ദി കൺവിക്ഷൻ, അങ്ങനെയുള്ള ആ തീരുമാനം would however be short-lived. The next moment they would again leave their work and go to play. ഞാൻ എത്ര പറഞ്ഞിട്ട് എന്താണ്, ഈ മടിയ വിഭാഗം അവർ വീണ്ടും ആ പറയുന്ന സമയത്ത് കേൾക്കും. വീണ്ടും ഈ നമ്മൾ പറയാറില്ലേ, ഈ ചേരട്ടെ അല്ലെങ്കിൽ അതേമാതിരിയുള്ള ജീവികളൊക്കെ തട്ടിയാൽ ആ വന്നെടുത്തേക്ക് തന്നെ പോകും. ഇതാണ് ചിലരുടെ രീതി. പറയുന്ന സമയത്ത് ആ സമയത്ത് അനുസരിക്കും, അടുത്ത മൊമെന്റിൽ വീണ്ടും അത് അനുസരിക്കാതിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ അവൾ കേൾക്കും, എന്നോട് ചെറുത്ത് നിൽക്കാനൊന്നും വരില്ല. ബട്ട് when they see that I don't look at them, ഞാൻ അവരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവർ വീണ്ടും കളിക്കാൻ പോകും. All the same, we got along, and at any rate they built up a fine physics. എന്തായാലും ശരി, ഞാൻ അവരെ ഒത്തൊരുമിച്ച് കൊണ്ടുപോയി. അവരൊക്കെ നല്ല ഫിസിക്കായിട്ട്, PHYSIQUE, നല്ല ഘടനയുള്ള ശരീരം. കാരണം നല്ല ഭക്ഷണമാണ്, നല്ല വെള്ളമാണ്, നല്ല വായുവാണ്, നല്ല അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത്. ഇനിമേ എല്ലാവരും ഗുഡ് ഫിസിക്സ് ആയിരുന്നു. ആണ് ഫിസിക് എന്ന് പറയുന്നത്. ഇവിടെ ഊർജ്ജത്തിന്റെ സ്പെല്ലിംഗ് അല്ല, കൊണ്ടോളൂ, പഠിച്ചു വെക്കണം. PHYSIQUE.
അവരൊക്കെ നല്ല ഊർജ്ജസ്വലരായി വളർന്നു. എന്തുകൊണ്ടാണ് അതിന്റെ കാരണം പറയുന്നത്? ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ് ദ ഗുഡ് എയർ ആൻഡ് ഗുഡ് വാട്ടർ ആൻഡ് ഗുഡ് ഫുഡ്. എന്തൊക്കെയാ കാരണം? ദ ഗുഡ് എയർ, നല്ല വായുവാണ് ശ്വസിക്കാൻ, ആൻഡ് ഗുഡ് വാട്ടർ, നല്ല വെള്ളമാണ്, ഗുഡ് ഫുഡ് ആൻഡ് ഫിസിക്കൽ എക്സസൈസ്, ഇതൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട്. സോ മോസ്റ്റ് ഓഫ് ദം ആർ ഗുഡ് ഫിസിക്സ്. അതുകൊണ്ട് അവർ മിക്കവരും നല്ല ശാരീരിക ഘടനയുള്ളവരായിരുന്നു. നെക്സ്റ്റ് പാര, എ വേർഡ് അബൌട്ട് വൊക്കേഷണൽ ട്രെയിനിങ്. ഇനി ഒരു വാക്ക് ഈ വൊക്കേഷണൽ ട്രെയിനിങ്ങിനെ കുറിച്ചാണ്. അപ്പൊ നമ്മളെ സ്കൂളിലൊക്കെ പറയല്ലേ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. വൊക്കേഷൻ മീൻസ് ജോബാണ്. അതുകൊണ്ട് വൊക്കേഷണൽ മീൻസ് ജോബ് റിലേറ്റഡ്. എന്താണ്? ജോലി സംബന്ധമായ, അതാണ് ജോബ് റിലേറ്റഡ്. അവര് ജോബ് റിലേറ്റഡ് ചില കാര്യങ്ങളും കൂടി അവിടെ ചെയ്തു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിഷയങ്ങൾ മാത്രമല്ല, പാഠ്യ വിഷയങ്ങൾ മാത്രമല്ല, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും പഠിപ്പിക്കുന്നു. It was an intention to teach every one of the youngsters. അത് ഞങ്ങളുടെ ഉദ്ദേശമായിരുന്നു. ഇറ്റ് വാസ് അവർ ഇന്റൻഷൻ. ഇന്റൻഷൻ കേട്ടോ, ഇന്റൻഷൻ, INTENTION, ഇന്റൻഷൻ ആണ് ഉദ്ദേശം. എയിം, ലക്ഷ്യം. ഇത് ഞങ്ങളുടെ ലക്ഷ്യം കൂടിയായിരുന്നു അവരെ അങ്ങനെ പഠിപ്പിക്കുക എന്നുള്ളത്. ആൻഡ് every one of the youngsters some useful manual vocation. Manual means physical, means ശാരീരിക. പഠിച്ചു നേരത്തെ വൊക്കേഷൻ മീൻസ് ജോബ്, ശരീരം കൊണ്ട് ചെയ്യാവുന്ന ജോലികൾ. അതാണല്ലോ ഈ കർഷകരുടെ ജോലി. മണ്ണിൽ കിളയ്ക്കുക, വിത്ത് വിതറുക, നടുക, ആ നട്ട് കഴിഞ്ഞിട്ട് ഞാറ് നടുക, അല്ലെങ്കിൽ വീണ്ടും അത് ഉഴുതുമറച്ചിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് നടുക, വളർത്തുക, കൊയ്യുക, മെതിക്കുക. ഫിസിക്കലാണ്, വൊക്കേഷനിലാണ്. നോക്കൂ. ആൻഡ് for this purpose Mr. Kallenbach went to a Trappist monastery and returned having learned shoemaking. അപ്പം അവരെ ഞങ്ങൾ മറ്റൊരു കാര്യം കൂടി പഠിപ്പിച്ചു. കാലൻബാഷ് ഒരു മൊനാസ്ട്രിയിൽ സന്ദർശിച്ചു. പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ട്രാപ്പിസ്റ്റ് മൊനാസ്റ്ററി. വൈദിക താമസ കേന്ദ്രം, വൈദികന്മാർ താമസിക്കുന്ന സ്ഥലം. അവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ പോയിട്ട് കാലൻബാഷ് ഈ കാര്യം പഠിച്ചു വന്നു. ഷൂ മേക്കിംഗ്. ഹി റിട്ടേൺഡ് ഹാവിംഗ് ലേൺഡ് ഷൂ മേക്കിംഗ്. ഐ ലേൺഡ് ഇറ്റ് ഫ്രം ഹിം. ഞാൻ അദ്ദേഹത്തെ, അതായത് മഹാത്മജി ചെരുപ്പുണ്ടാക്കാൻ പഠിച്ചതും ചെരുപ്പുണ്ടാക്കാൻ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. കാലൻബാഷയുടെ മൊനാസ്ട്രിയിൽ പോയി പഠിച്ചതാണ്. And I learned it from them and taught the art, ആ കല, to such as were ready to take it up. അവരെ ഞാനും പഠിപ്പിച്ചു. അപ്പം അക്ഷരം മാത്രമല്ല, തൊഴിലും പഠിപ്പിച്ചു. മിസ്റ്റർ കാലൻബാഷ് ഹാഡ് സം എക്സ്പീരിയൻസ് ഓഫ് കാർപ്പൻട്രി. അദ്ദേഹത്തിന് കാർപ്പൻട്രിയിൽ, കാർപ്പൻറ്റർ മരപ്പണിക്കാരനാണ്. അപ്പം കാർപ്പൻട്രി എന്തായിരിക്കും? മരപ്പണി, വുഡ് വർക്ക്. അദ്ദേഹത്തിന് വുഡ് വർക്കിലും കുറെ ഏറെ താല്പര്യമുണ്ട് കാലൻബാഷിന്. ആഡ് സം എക്സ്പീരിയൻസ് ഓഫ് കാർപ്പൻട്രി ആൻഡ് ദർ വാസ് അനദർ ഇൻമേറ്റ് ഹു ന്യൂ ഇറ്റ്. ഞങ്ങളുടെ ഒരു അന്തേവാസിക്കും അത് അറിയാമായിരുന്നു. സോ വി ഹാഡ് എ സ്മോൾ ക്ലാസ് ഇൻ കാർപ്പൻട്രി. അതുകൊണ്ട് ഷൂ മേക്കിങ്ങിലും കാർപ്പൻട്രിയിലും കേട്ടോ, വൊക്കേഷണൽ, ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിച്ചു. ഹൗ ടു മേക്ക് ഷൂസ്, ഹൗ ടു മേക്ക് വുഡ് വർക്ക്സ്, എങ്ങനെയാ ബെഞ്ച് ഉണ്ടാക്കുക, ഡെസ്ക് ഉണ്ടാക്കുക എന്നുള്ളതാക്കാം.
അതും പഠിപ്പിച്ചു. ഈവൻ മഹാത്മജി ന്യൂ ഇറ്റ്, അദ്ദേഹത്തിന് പോലും അത് അറിയാമായിരുന്നു പറഞ്ഞത്. All this was, നെക്സ്റ്റ് പേരാ, all this was new to them. ഇതൊക്കെ അവർക്ക് പുതിയ കാര്യമായിരുന്നു. They had never even dreamt that, ഡ്രീം സ്വപ്നം കാണുക, ഡ്രംഡ് വിത്ത്, സ്വപ്നം കണ്ടു. അവർ ഒരിക്കലും സ്വപ്നം കണ്ടിരുന്നില്ല that they would have to learn these things someday. എന്തെങ്കിലും ഇതൊക്കെ പഠിക്കാൻ പറ്റുമെന്ന് അവർ വിചാരിച്ചിരുന്നില്ല. For generally the only training that Indian children are received in South Africa was in the 3 R's. അവർക്ക് സാധാരണഗതിയിൽ സ്കൂളിൽ നിന്ന് കിട്ടുന്ന എന്താണ്? 3 R ആണ്. ആ ശബ്ദത്തിലാണ് വരിക. എന്താണ് 3 R's? സാധാരണഗതിയിൽ പറഞ്ഞ 3 R's എന്താണ്? അതിവിടെ റെഫർ ചെയ്ത് കൊടുത്തിട്ട് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കി കണ്ടു. എന്താണ്? റീഡിങ്, റൈറ്റിംഗ് and one more. നോക്കൂ, all these were new things that they have never dreamt that that would have learned, and these things someday. They generally the only training that the children received in South Africa was the 3. So, the children received in South Africa was in the 3 R's. അപ്പോൾ 3 R എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. ഡയറക്റ്റ് ഇറ്റ് ഡസന്റ് ബിഗിൻ വിത്ത് R. ഇതാക്കിയാണ് 3 R. ഒന്നാമത്തെ R റീഡിംഗ് ആണ്, രണ്ടാമത്തെ റൈറ്റിംഗ് ആണ്, W ഉണ്ട്, പക്ഷെ ശബ്ദം റൈറ്റിംഗ്. മൂന്നാമത്തെ തന്നെ ഗണിതമാണ്, അരിത്തമെറ്റിക്സ് ആണ്. R എന്ന് രണ്ടാമത്തെ അക്ഷരം. അപ്പൊ പ്രത്യേകിച്ച് വെച്ചേക്കാം, അക്ഷരജ്ഞാനമാണ് വായിക്കാനും എഴുതാനും കണക്ക് കൂട്ടാനും. കണ്ടോ, എഴുതുക, വായിക്കുക, കണക്ക് കൂട്ടുക. റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് അരിത്തമെറ്റിക്സ്. ഇത് മൂന്നെണ്ണാണ് സ്കൂൾ പഠിപ്പിക്കുന്നത്. ഓൺ ടോൾസ്റ്റോയ് ഫോം വി മെയ്ഡ് ഇൻ എ റൂൾ ദാറ്റ്, ഞങ്ങളൊരു നിയമം ഉണ്ടാക്കിയവിടെ, ദ യങ്സ്റ്റേഴ്സ് ഷുഡ് നോട്ട് ബി ആസ്ക്ഡ് ടു ഡു വാട്ട് ദ ടീച്ചേഴ്സ് ഡിഡ് നോട്ട് ഡു. അധ്യാപകർ ചെയ്യാത്ത കാര്യങ്ങളൊന്നും കുട്ടികൾ ചെയ്യണ്ട. അതായത് അധ്യാപകർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അതായത് കുട്ടികളെ കൊണ്ട് മാത്രം ജോലി ചെയ്യിക്കാൻ പാടില്ല. ആൻഡ് therefore അതുകൊണ്ട് when they were asked to do any work, there was always a teacher cooperating. So while they are cutting trees, or while they are doing garden, or watering, or manuring, or cooking, or shoemaking, or carpentry, any work, there should be the help of the teacher and a person, a teacher who knows it. അത് അറിയുന്ന ഒരു ടീച്ചർ ഒപ്പം ഉണ്ടാവും. ദാറ്റ് വാസ് വാട്ട്സ് എ ടീച്ചേഴ്സ് കോഓപ്പറേറ്റിംഗ്, സഹകരണം, കോപ്പറേഷൻ, സഹകരണം, ആൻഡ് ആക്ച്വലി വർക്കിംഗ് വിത്ത് ദം, അവരുടെ കൂടെ സത്യത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കും. ഹെൻസ് ആയതിനാൽ, ഹെൻസ് സോ ദാറ്റ്, അതുകൊണ്ട് ഹെൻസ് whatever the youngsters learned, കുട്ടികൾ എന്ത് പഠിച്ചാലും ശരി, they learned cheerfully, happily, cheerfully. അവർ പഠിക്കുന്നൊക്കെ വളരെ ചിയറായി, cheerfully means happily. വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ പഠിച്ചത്. So this is the end of this Tolstoy form. അതുകൊണ്ട് നമുക്കത് കൺക്ലൂഡ് ചെയ്യാം. കൃത്യമായിട്ട് പാഠം നമുക്ക് പഠിച്ചു കഴിഞ്ഞു. അബൌട്ട് ടോൾസ്റ്റോയ് ഫോം, ദ കമ്മ്യൂണിറ്റി സെന്റർ, റെസിഡൻസ് ഫോർ ചിൽഡ്രൻ, ആൻഡ് ദ പ്ലേസ് ഫോർ ലേണിംഗ് ആൻഡ് വൊക്കേഷണൽ ട്രെയിനിങ്. കുട്ടികൾ താമസിച്ച് പഠിച്ച് തൊഴിൽ പരിശീലനം നടത്തി വളരുന്ന സ്ഥലം. ഡൂയിങ് ദ വർക്ക് സെൽഫ്, സ്വയം പ്രവൃത്തി ചെയ്തുകൊണ്ട്, ആൻഡ് സെൽഫ് റിലയൻറ്റ്, സ്വാശ്രയം ശീലിച്ചുകൊണ്ട്, ആൻഡ് ഓൾ ദ വർക്ക്, ഫിസിക്കൽ വർക്ക്, ശാരീരിക പ്രക്രിയകളും കൂടി. ദേ പ്രാക്ടീസ് 3 R. അവർ എഴുതാൻ പഠിച്ചു, വായിക്കാൻ പഠിച്ചു, കണക്കൂട്ടാൻ പഠിച്ചു. വിത്ത് ഇറ്റ്, അതിൻ്റെ കൂടെ വൊക്കേഷണൽ ട്രെയിനിങ് ഓൾസോ, അവർക്ക് തൊഴിൽപരമായ പരിശീലനവും കിട്ടി. സോ ടോൾസ്റ്റോയ് ഫോം ഈസ് എ മോഡൽ ഫോർ ദി വേൾഡ്. അതുകൊണ്ട് തന്നെ ഈ ടോൾസ്റ്റോയ് ഫോം
അക്കാലത്ത് വി ഹാവ് ടു തിങ്ക് ദാറ്റ് ഇപ്പോഴാണ് നാം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ചിന്തിക്കുന്നത്. 100 വർഷം മുൻപേ ഇതിനെപ്പറ്റി സംസാരിച്ച ആളാണ് മഹാത്മജി, പ്രാവർത്തിയാക്കാള ആളാണ് മഹാത്മജി. സോ ഹി ഹാസ് എ ഹൈ പ്ലേസ് ഇൻ ദ ഫീൽഡ് ഓഫ് അക്കാഡമിക്സ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ അത്യുന്നത സ്ഥാനവുമുണ്ട്. താങ്ക് യു.